നമസ്കാരം. 7ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോ മിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. കുറച്ച് പെൻഡിങ് ചാപ്റ്റേഴ്സ് ഉണ്ട്. പ്രേയിങ് ഹാൻഡ്സ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ലായിരുന്നു. അടുത്ത യൂണിറ്റിന് മുന്നേ ആ ഒരു ചാപ്റ്റർ, അതിലെ ക്വസ്റ്റ്യൻ ആൻസർ, ആക്ടിവിറ്റീസ് അത്രയും കൂടെ നൽകുകയാണ്. ഒട്ടും വൈകാതെ തൊട്ടടുത്ത ചാപ്റ്റർ, അതായത് അടുത്ത യൂണിറ്റിലേക്ക് നമ്മൾ കടക്കുന്നതായിരിക്കും. മക്കളെ ഒട്ടും വൈകണ്ട, നോക്കൂ. പേജ് നമ്പർ 118. Have you ever wondered about the stories behind famous paintings? എന്താണ് ഫേമസ് പെയിൻറ്റിങ്സ്? നമ്മൾ ഒരുപാട് പെയിൻറ്റിങ്സ് കാണുന്നുണ്ട് അല്ലേ? അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആരാണ്? രാജാ രവിവർമ്മ, അദ്ദേഹത്തിൻ്റെയൊക്കെ പെയിൻറ്റിങ്സ് നമ്മൾ കുറേ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പെയിൻറ്റിങ്സ് കാണുമ്പോൾ എപ്പോഴെങ്കിലും ഇതിൻ്റെ പിറകിലുള്ള കഥ എന്താണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പക്ഷേ ആ പെയിൻറ്റിങ്ങിൻ്റെ കഥ, അല്ലെങ്കിൽ ഈ ഒരു കലാകാരനെ, ആ ചിത്രകാരനെ പറ്റിയിട്ട് ഒക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? Here is a story about the classical painting praying hands. Praying hands എന്ന് പറയുന്ന ഒരു ക്ലാസിക്കലായിട്ടുള്ള പെയിൻറ്റിംഗ് ഉണ്ട്. അതിനെ പറ്റിയിട്ടുള്ള കഥയാണ് നിങ്ങൾക്കിവിടെ തന്നിട്ടുള്ളത്. നോക്കൂ, പ്രേയിങ് ഹാൻഡ്സ് അറിയാലോ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന കൈകളെന്നാണോ, നമ്മളെ അനുഗ്രഹിക്കുന്ന കൈകളെന്നാണോ, എന്ത് അർത്ഥം വേണമെങ്കിലും നമുക്കതാ ഇതിന് ശേഷം നോക്കാം. കാരണം ഈ കൈ ഒരാൾക്ക് അനുഗ്രഹമായി മാറുന്ന ഒന്നാണ്. അപ്പോൾ എന്താണ് എന്ന് നോക്കൂ. ബാക്ക് ഇൻ ദ 15th century, in a tiny village in Germany, lived the Dürer family with 18 children. നോക്കൂ, ഏത് കാലഘട്ടം? 15th century. എവിടെ? ജർമ്മനിയിലെ ഒരു വില്ലേജിൽ ഡ്യൂറർ ഫാമിലി നെയിമാണ് ഡ്യൂറർ ഫാമിലി താമസിച്ചിരുന്നു. എത്ര മക്കളുണ്ട്? 18 മക്കൾ. യെസ്, 18. Just to keep food on the table for this big family, the father, who was a goldsmith by profession, worked for almost 18 hours a day. എന്താണ് ഈ 18? യെസ്, 18. Just to keep food on the table. ഈ കുട്ടികൾക്ക് for this big family, ഈ ബിഗ് ഫാമിലിക്ക് എന്തിനു വേണ്ടി? ജസ്റ്റ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ. അവർക്ക് ഫുഡ്, ടേബിളിൻ്റെ പുറത്ത് ഭക്ഷണം എത്തിക്കണമെങ്കിൽ പോലും അച്ഛൻ, അദ്ദേഹത്തിൻ്റെ ജോലി എന്താണ്? ഗോൾഡ് സ്വർണ്ണപ്പണിക്കാരനായിട്ടുള്ള അച്ഛന് വർക്ക്ഡ് ഫോർ ഓൾമോസ്റ്റ് 18 hours a day. ഒരു ദിവസം 18 മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ ഇവർക്ക് ഭക്ഷണത്തിനുള്ള പണമെങ്കിലും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റുള്ളൂ. മനസ്സിലായല്ലേ? ഭക്ഷണത്തിന് മാത്രം എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം? 18 മണിക്കൂർ വർക്ക് ചെയ്യണം. ഹി ഓൾസോ ടുക്ക് ഓൺ എനി അതർ പേയിങ് ജോബ് ഹി കുഡ് ഫൈൻഡ് ഇൻ ദ നെയ്ബർഹുഡ്. അപ്പോൾ ഈ ജോലി മാത്രമാണോ? 18 മണിക്കൂറും തട്ടാൻ ജോലി മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ പ്രൊഫഷൻ അതാണെങ്കിൽ പോലും വേറെ ആ പ്രദേശത്ത് അദ്ദേഹത്തിന് കിട്ടാവുന്ന മറ്റ് എന്ത് ജോലിയും അദ്ദേഹം ചെയ്യും. കാര്യം ഇത്രയും കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കണം. കുഞ്ഞുങ്ങൾ മാത്രമാണ് 18 പേര്, പിന്നെ അച്ഛനും അമ്മയും വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയാണ്. ഡെസ്പൈറ്റ് ദെയർ ഹോപ്പ്ലെസ് കണ്ടീഷൻ, 2 of the older children, Albert and Albert, had a dream. അവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിലും മൂത്ത 2 ആൺകുട്ടികൾ, പേരെന്താണ്? ആൽബർട്ട് ആൻഡ് ആൽബർട്ട്. ഇവർക്ക് 2 പേർക്കും എന്തുണ്ടായിരുന്നു? സ്വപ്നമുണ്ടായിരുന്നു. എന്ത് സ്വപ്നം? They both wanted to pursue their talent for art. അവർക്ക് എന്ത് കഴിവുണ്ട്? കലയിൽ കഴിവുണ്ട്. എന്തോ ഒരു കല അവരുടെ ഉള്ളിലുണ്ട്, അതിലവർക്ക് വളരെ കഴിവുണ്ട്. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം മക്കളെ? അത് പേഴ്സ്യൂ ചെയ്യണം, അതിനെ പിന്തുടരണം. അതായത് അതിന് പ്രോപ്പർ പ്രാക്ടീസൊക്കെ വന്ന് അതിലേക്ക് പോകണം, തിരിഞ്ഞു പോകണം. But they knew that their father would never be able to send them to study at the academy. അപ്പോൾ വീട്ടിലിരുന്ന് ചുമ്മാതെ പടം വരച്ചാൽ പോരാ, അവർക്കത് പ്രൊഫഷൻ ആക്കണം. അപ്പോൾ ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞാൽ ചിത്രരചനയൊക്കെ വളരെയധികം ഉയർന്ന ഉന്നതിയിൽ നിൽക്കുന്ന സമയം. അപ്പോൾ അവിടെ എന്ത് വേണം? അക്കാഡമിയിൽ പോയി പഠിക്കണം. അങ്ങനെ പോയി പഠിക്കണമെങ്കിൽ, കലാകാരനാകണമെങ്കിൽ, അക്കാഡമിയിൽ പഠിക്കണമെങ്കിൽ അച്ഛനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഞങ്ങൾക്ക് ഇതിനുള്ള കോച്ചിങ് ഒന്നും തരാൻ അച്ഛനെ കൊണ്ട് പറ്റില്ല എന്ന് നമുക്കറിയാം. ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ഇത് പഠിക്കണം, ആർട്ട് പഠിക്കണം. എല്ലായിടത്തും പഠിപ്പിക്കുന്ന ആൾക്കാർ ഇപ്പോഴത്തെ പോലെ എല്ലായിടവും, ഇപ്പോൾ നമ്മുടെ അടുത്തൊരു ലൈബ്രറി ഉണ്ടെങ്കിൽ പോലും അവിടെ ഇതെല്ലാം പഠിപ്പിക്കും. അന്നൊക്കെ അങ്ങനെയല്ല, ഇതിനൊക്കെ പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി പഠിക്കാൻ ഇവരച്ഛനെ കൊണ്ട് ഇവരെ പഠിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇവരെന്തെങ്കിലും ഒരു പ്ലാൻ ഇടണ്ടേ? എന്താണ്?
ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ്, രണ്ടുപേർക്കും പഠിക്കണം, അപ്പോൾ ലോങ് ആയിട്ടുള്ള ഡിസ്കഷൻസിനൊടുവിൽ ദ ടു ബോയ്സ് ഫൈനലി വാക്ക്ഡ് ഔട്ട് എ പാക്ട്. ഒരു പാക്ട് എന്താണ്? ഒരു കരാർ. അവർ തമ്മിൽ ഒരു കരാറിലോട്ട് വന്നു. എന്ത് ചെയ്യണമെന്ന് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കുന്ന ഒരു നിബന്ധനകളൊക്കെ നിറഞ്ഞൊരു കരാർ. ദേ വുഡ് ടോസ് എ കോയിൻ. ഒരു കോയിൻ ഇങ്ങനെ ടോസ് ചെയ്യാം. ദ ലൂസർ വുഡ് ഗോ ഡൗൺ ഇൻ ടു ദ നിയർ ബൈ മൈൻസ്. മൈൻ എന്താണ്? കനികൾ. KGF ഒക്കെ കണ്ടു കാണുമല്ലോ. കനി എന്താണെന്നറിയാമല്ലോ. അപ്പോൾ തൊട്ടടുത്തുള്ള ഖനിയിൽ പോയിട്ട് ഇതിൽ ജയിക്കുന്ന ആളല്ല, നഷ്ടപ്പെടുന്ന ആൾ പോയിട്ട് ജോലി ചെയ്യണം. ഹിസ് ഏർണിങ്സ് വുഡ് സപ്പോർട്ട് ഹിസ് ബ്രദർ ടു സ്റ്റഡി അറ്റ് ദ അക്കാഡമി. അവിടെ പോയി ജോലി ചെയ്യുമ്പോൾ പൈസ കിട്ടുമല്ലോ. ആ പൈസ കൊണ്ട് കോയിൻ വിൻ ചെയ്ത ആളെ ഈ നഷ്ടപ്പെട്ട ആൾ പഠിപ്പിക്കണം. ഇൻ 4 years ദ ബ്രദർ വുഡ് വൺ ദ ടോസ് വുഡ് കംപ്ലീറ്റ് ഹിസ് സ്റ്റഡീസ്. അപ്പോൾ 4 വർഷം കൊണ്ട് ആർക്കാണോ കോയിനിൽ ടോസ് കിട്ടിയ ആൾ 4 വർഷം കൊണ്ട് പഠിച്ച് കഴിയണം. എന്നിട്ട് എന്തും ചെയ്യണം? ഹീ വുഡ് ദെൻ സപ്പോർട്ട് ഹിസ് ബ്രദർ ടു ഗോ ടു ദ അക്കാഡമി. വന്നിട്ട് മറ്റേ ഇയാളെ പഠിപ്പിക്കാൻ വേണ്ടി മൈനിൽ കഷ്ടപ്പെടാൻ പോയ ബ്രദറില്ലേ, അപ്പോൾ പഠിച്ച് ജയിച്ച് വരുന്ന ആൾ ഇനി അയാളെ പഠിക്കാൻ പറഞ്ഞു വിടണം. അതിനുള്ള സാമ്പത്തികം ആര് ചെയ്യണം? ജയിച്ച് വന്ന ആൾ ചെയ്യണം. ഇഫ് നെസസറി ഹി വുഡ് ഈവൻ വർക്ക് ഇൻ ദ മൈൻസ് ഫോർ ദാറ്റ്. ഇപ്പോൾ ജയിച്ച് വരുന്നവർക്ക് എല്ലാവർക്കും പൈസ കിട്ടണം എന്നുണ്ടോ? ഇല്ല. അപ്പോൾ പൈസയ്ക്ക് അയാളുടെ കോഴ്സ് കഴിഞ്ഞിട്ടും അയാൾക്ക് അധികം പൈസയൊന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. ഇദ്ദേഹത്തിനെ പഠിപ്പിക്കാനുള്ള പണം അയാൾക്ക് സ്വരൂപിക്കാൻ പറ്റിയിട്ടില്ല. എങ്കിൽ എന്ത് ചെയ്യണം? ആ മൈനിൽ പോയി ജോലി ചെയ്യേണ്ടി ചിലപ്പം വരും. എന്നാൽ പോലും ജോലി ചെയ്തായാലും രണ്ടാമത്തെ ആളെയും പഠിപ്പിക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കൂ. വൈ വാസ് ഇറ്റ് ടഫ് ടു കീപ് ഫുഡ് ഓൺ ദ ടേബിൾ ഫോർ ദ ഡ്യൂറർ ഫാമിലി? ആ ഫുഡ് ടേബിളിൽ എത്തിക്കാൻ തന്നെ ഭയങ്കരമായി അച്ഛൻ കഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്താ കാര്യം? ആൾക്കാർ കൂടുതലായതുകൊണ്ട്. ബിക്കോസ് ദ ഡ്യൂറർ ഫാമിലി ഹാഡ് 18 children. അവർക്ക് 18 കുട്ടികളുണ്ട്. ദ ഫാദർ വർക്ക്ഡ് ലോങ് അവേഴ്സ് ആൻഡ് ടുക്ക് എക്സ്ട്രാ ജോബ് ടു ഫീഡ് ദം. അച്ഛൻ എന്ത് ചെയ്യണം? മണിക്കൂറുകളോളം ജോലി ചെയ്യണം. എന്തിനാണ്? അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇനി അടുത്തത് പേജ് നമ്പർ 119 കണ്ടിന്യൂഷനാണ്. വൺ സൺഡേ മോർണിംഗ് ആഫ്റ്റർ ചർച്ച് they tossed the coin that would determine their future. ഒരു ഞായറാഴ്ച രാവിലെ പള്ളിയിലൊക്കെ പോകുമല്ലോ, അതിനൊക്കെ ശേഷം അവരെന്ത് ചെയ്തു? കോയിൻ ഇങ്ങനെ ടോസ് ചെയ്തു. അത് അവരെ ഭാവി നിർണ്ണയിക്കുന്നതാണ്, ഭാവി തീരുമാനിക്കുന്നതാണ്, തീരുമാനിക്കുന്നതാണ്. ആൽബർട്ട് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ്. അപ്പോൾ ടോസ് ആർക്ക് കിട്ടി? ആൽബർട്ട് ഡ്യൂററിന് കിട്ടി. അവനാണ്, ആ കുട്ടിയാണ് ഇളയാൾ. ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി. എങ്ങോട്ടേക്ക് പോയി? അക്കാഡമിയിൽ പോയി. അപ്പോൾ ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ ബ്രദേഴ്സ് ഡിസൈഡ് ടു ടോസ് എ കോയിൻ? എന്തിനാണ് അവർ കോയിൻ ടോസ് ചെയ്യാൻ തീരുമാനിച്ചത്? ദ ബ്രദേഴ്സ് ടോസ്ഡ് എ കോയിൻ ടു ഡിസൈഡ് ഹൂ വുഡ് ഗോ ടു ദ അക്കാഡമി ഫസ്റ്റ്. എന്തിനായിരുന്നു? ആരാണ് ആദ്യം അക്കാഡമിയിലേക്ക് പോകുന്നത് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ടാണ് അവരെന്ത് ചെയ്തത്? ടോസ് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് എന്തും കൂടെ പറയാം. ദ ലോസർ വുഡ് വർക്ക് ഇൻ ദ മൈൻഡ് ടു സപ്പോർട്ട് ദ അതർ ടു സ്റ്റഡി. തോൽക്കുന്ന ആൾ അല്ലെങ്കിൽ ടോസ് കിട്ടാത്ത ആൾ എന്ത് ചെയ്യണം? മറ്റേ ആളെ പഠിക്കാനായിട്ട് സഹായിക്കണം. ഇനി ആൽബർട്ട് വെൻ ഡൗൺ ഇൻ ടു ദി ഡേഞ്ചറസ് മൈൻസ്. ഇനി ആൽബർട്ട് എങ്ങോട്ടേക്ക് പോയി? മൈൻസ് അറിയാമല്ലോ മക്കളെ, വളരെ ആഴത്തിൽ കുഴിക്കുന്ന സ്ഥലമാണ് മൈൻ. ഖനി എന്ന് പറയും നമ്മുടെ മലയാളത്തിൽ, ഖനി. അവിടേക്ക് പോയി. ഫോർ ദ നെക്സ്റ്റ് 4 years 4 വർഷം അവിടെ ജോലി ചെയ്തു. സപ്പോർട്ടഡ് ഹിസ് ബ്രദറിനെ സപ്പോർട്ട് ചെയ്തു. ആൽബർട്ട്സ് വർക്ക് അറ്റ് ദ അക്കാഡമി വാസ് ഓൾമോസ്റ്റ് ആൻ ഇമ്മീഡിയറ്റ് സെൻസേഷൻ. അപ്പോൾ ആൽബർട്ട് എങ്ങോട്ട് പോയിരുന്നു? അക്കാഡമിയിൽ പഠിക്കാൻ പോയി. ചുമ്മാതെ അക്കാഡമി കാണാൻ പോയതാണോ? വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ കുട്ടി അവിടെ നിന്നത്. പെട്ടെന്ന് തന്നെ തരംഗം സൃഷ്ടിച്ചു അവൻ്റെ രചനകൾ. അവൻ വരച്ച ഛായാചിത്രങ്ങളായിക്കോട്ടെ, രൂപങ്ങളായിക്കോട്ടെ ഒക്കെ പെട്ടെന്ന് തന്നെ തരംഗം സൃഷ്ടിച്ച ഒന്നായി. ആൽബർട്ട്സ് etchings, his woodcuts and his oil paintings were far better than those of most of his professors. അപ്പോൾ അവൻ ചെയ്ത എച്ചിങ്സ്, കൊത്തുപണികളായിക്കോട്ടെ, വുഡ്കട്ട്സ്, തടിയിൽ ചെയ്തതായിക്കോട്ടെ, ആൻഡ് ഹിസ് ഓയിൽ പെയിൻറ്റിങ്സ്, എണ്ണ ഛായാചിത്രങ്ങളായിക്കോട്ടെ, ഇതൊക്കെ അവൻ്റെ പ്രൊഫസേഴ്സിനേക്കാൾ പോലും മനോഹരമായാണ് അവർ ചെയ്തത്. ബൈ ദ ടൈം ഹി ഗ്രാജുവേറ്റഡ്, അവൻ ഇത് പാസ്സായി, 4 വർഷം കഴിഞ്ഞ് പാസ്സായി വരുമല്ലോ.
അപ്പോൾ ഹി വാസ് ബിഗിനിങ് ടു ഏൺ എ കൺസിഡറബിൾ ഫീ ഫോർ ഹിസ് വർക്ക്സ്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ തുടങ്ങി? അവന് ഒരുപാട് വർക്കുകൾ കിട്ടാൻ തുടങ്ങി. അതിനൊക്കെ അത്യാവശ്യം മാന്യമായ കൺസിഡറബിൾ ആയിട്ടുള്ള തന്നെ പണം അവന് കിട്ടാനായിട്ട് തുടങ്ങി. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate his homecoming. അപ്പോൾ 4 വർഷം കഴിഞ്ഞാണ് തിരിച്ചു വരുന്നത്. തിരിച്ചു വരുന്ന സമയത്ത് നാട്ടിലേക്ക്, വില്ലേജിലേക്ക് തിരിച്ചു വരുമ്പോൾ വീട്ടുകാരെ സ്വീകരിക്കണ്ടേ? അവരെങ്ങനെ സ്വീകരിച്ചു? ഭയങ്കരമായൊരു ഡിന്നർ തന്നെ, വളരെ ആഘോഷമായി ഒരുപാട് വിഭവങ്ങളൊക്കെ ഉള്ള ഒരു ഡിന്നർ അവന് വേണ്ടി അവരുടെ ലോണിൽ, അവരുടെ പുൽത്തകിടിയിൽ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചു. അവർ തന്നെ പോരെ ആഘോഷിക്കാൻ, അത്ര ആൾക്കാരില്ലേ? ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ. വളരെ ലോങ് ആയിരുന്നു, മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഭക്ഷണം അല്ലെങ്കിൽ അന്നത്തെ ഒരു ഫങ്ഷൻ തന്നെയായിരുന്നു അത്. ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. പാട്ടും ചിരിയും ഒക്കെ ആയിട്ട് വളരെ നീണ്ട ഒരു സന്ധ്യ അല്ലെങ്കിൽ ഒരു വൈകുന്നേരമായിരുന്നു. ഇറ്റ് വാസ് എ ലോങ് ആൻഡ് മെമ്മറബിൾ മീൽ ഫിൽഡ് വിത്ത് മ്യൂസിക് ആൻഡ് ലാഫ്റ്റർ. അറ്റ് ദി എൻഡ് Albert rose from his honored position at the head of the table. അപ്പോൾ അന്ന് ആരാണ് വിശിഷ്ടാതിഥി? ആൽബർട്ടാണ്. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മളെ ടേബിളിൻ്റെ ഹെഡ് പൊസിഷൻ. നമ്മളെയൊക്കെ വീട്ടിൽ സാധാരണ അച്ഛനിരിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ അതിഥി ആരാണോ നമ്മളുടെ കൂട്ടത്തിൽ വിശിഷ്ടാതിഥി, അവർക്കൊരു സ്ഥാനം കൊടുക്കില്ലേ? അവിടെ നിന്ന് ഇതെല്ലാം കഴിഞ്ഞിട്ട് എഴുന്നേറ്റു. എന്നിട്ട് ഓണേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വിശിഷ്ടാതിഥിയായിട്ട് ബഹുമാനിക്കാൻ, ആദരണീയനായിട്ട് ഇരുത്തിയിരിക്കുന്ന സ്ഥാനം, ഓണേർഡ് പൊസിഷൻ. അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എന്ത് പറഞ്ഞു? ഹി ഡ്രാങ്ക് എ ടോസ്റ്റ് ടു ഹിസ് ബിലവഡ് ബ്രദർ ഫോർ ദ ഇയേഴ്സ് ഓഫ് സാക്രിഫൈസ് ദാറ്റ് ഹാഡ് എനേബിൾഡ് ഹിം ടു ഫുൾഫിൽ ഹിസ് അംബിഷൻ. അപ്പോൾ ഡ്രാങ്ക് എ ടോസ്റ്റ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഗ്ലാസ് ഉയർത്തി ഇങ്ങനെ ആരെ നേർക്ക്? ബ്രദറിൻ്റെ നേർക്ക്. അവൻ്റെ കഷ്ടപ്പാട്, സാക്രിഫൈസ് അതായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ കഠിന അധ്വാനമായിരുന്നു എന്തിന് പ്രാപ്തനാക്കിയത്? ഇവനെ എനേബിൾ ആക്കിയത്, പ്രാപ്തനാക്കിയത്. അവൻ്റെ ആംബീഷൻ, അവൻ്റെ ലക്ഷ്യം ഫുൾഫിൽ ചെയ്യാൻ സാധിക്കാനായിട്ട് അവനെ പ്രാപ്തനാക്കിയത് ആരുടെ കഷ്ടപ്പാട്, ത്യാഗവുമാണ്? ബ്രദറിൻ്റെ. അപ്പോൾ ബ്രദറിൻ്റെ നേർക്ക് ഇങ്ങനെ ഗ്ലാസ് ഉയർത്തി ഡ്രാങ്ക് എ ടോസ്റ്റ് അവൻ ചെയ്യും. ആൻഡ് നൗ ആൽബർട്ട്, ബ്ലെസ്ഡ് ബ്രദർ ഓഫ് മൈൻ, നൗ ഇറ്റ് ഈസ് യുവർ ടേൺ. എന്ത് പറയുന്നു? ഇനി ആൽബർട്ട്, എൻ്റെ ഏറ്റവും ഭാഗ്യവാനായ, എനിക്ക് ദൈവം തന്ന ഏറ്റവും ഭാഗ്യം ആരാണ്? എന്നെ അനുഗ്രഹിച്ചത് നിന്നിലൂടെയാണ്. അപ്പോൾ നിൻ്റെ അവസരമാണ് ഇനിയുള്ളത്. നൗ യു ക്യാൻ ഗോ ടു ദ അക്കാഡമി ടു പെർസ്യൂ യുവർ ഡ്രീം ആൻഡ് ഐ വിൽ ടേക്ക് കെയർ ഓഫ് യു. അപ്പോൾ എന്താ പറയുന്നത്? ഇനി നിൻ്റെ ഊഴമാണ്. നീ എങ്ങോട്ടേക്ക് പോകണം? അക്കാഡമിയിൽ പോയി നീ പഠിക്കണം. നിൻ്റെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കും. അപ്പോൾ ചോദ്യം നോക്കട്ടെ. ഹൗ ഡിഡ് ദ ഡ്യൂറർ ഫാമിലി സെലിബ്രേറ്റ് ആൽബർട്ട്സ് റിട്ടേൺ? ആൽബർട്ട്സിൻ്റെ റിട്ടേൺ എങ്ങനെയാണ് അവർ ആഘോഷിച്ചത്? The Durer family celebrated Albert's return with a festive dinner on their lawn. അവരുടെ ലോണിൽ ഒരു ഫെസ്റ്റീവ് ഡിന്നർ ഒരുക്കി തന്നെയാണ് അവരവരുടെ മടങ്ങി വരവ് ആഘോഷമാക്കിയത്. അടുത്തത്, all had turned in eager expectation to the far end of the table where Albert sat. ഇനി എല്ലാ കണ്ണുകളും ആ ടേബിളിൻ്റെ ഏറ്റവും അറ്റത്ത് ആരിയ്ക്കുന്നു? ആൽബർട്ട് ഇരിക്കുന്നു. അവനിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി ഇനി അവൻ്റെ മറുപടിക്ക് വേണ്ടി എല്ലാവരും നോക്കുന്നു. Tears were streaming down his pale face. അവൻ്റെ വിളറിയ മുഖത്തുകൂടി കവിളുകളിലൂടെ എന്താണ് ഒഴുകിയത്? കണ്ണുനീരൊഴുകി. ഷേക്കിംഗ് ഹിസ് ലോവേർഡ് ഹെഡ് ഫ്രം സൈഡ് ടു സൈഡ് ഹി സോബ്ഡ് ആൻഡ് റിപ്പീറ്റഡ്. ഇങ്ങനെ തല കുനിച്ച് തല ഇങ്ങനെ ആട്ടിക്കൊണ്ട് അവൻ എന്ത് പറഞ്ഞു? വിങ്ങിക്കൊണ്ട് എന്തു പറഞ്ഞു? ഓവർ ആൻഡ് ഓവർ അഗെയിൻ നോ 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 നോ, ഇങ്ങനെ നോ നോ എന്നവൻ പറഞ്ഞു. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്പ് ദ ടിയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അവിടെ അവൻ എഴുന്നേറ്റ് കവിളിലെ കണ്ണുനീരൊക്കെ തുടച്ചുകൊണ്ട് എന്ത് പറഞ്ഞു? ഹി ഗ്ലാൻസ് ഡൗൺ ദി ലോങ് ടേബിൾ അറ്റ് ദ ഫേസസ് ഹി ലവ്ഡ്. അവനെ സ്നേഹിക്കുന്ന കണ്ണുകളിലേക്ക് അവൻ നോക്കിക്കൊണ്ട് എന്ത് പറഞ്ഞു? ദെൻ ഹോൾഡിംഗ് ഹിസ് ഹാൻഡ്സ് ക്ലോസ് ടു ഹിസ് ചീക്ക് ഹി സെഡ് സോഫ്റ്റ്ലി, നോ ബ്രദർ, ഐ കനോട്ട് ഗോ ടു ദി അക്കാഡമി. അവൻ പറഞ്ഞത് എന്താണ്? ഇല്ല, എനിക്ക് അക്കാഡമിയിലേക്ക് പോകാൻ സാധിക്കില്ല. അതിനു മുമ്പ് എന്ത് ചെയ്തു? അവൻ്റെ ഹാൻഡ്സ് റൈറ്റ് ചീക്കിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊണ്ട് അവൻ പതിയെ പറഞ്ഞു, എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. ഇറ്റ് ഈസ് ടു ലേറ്റ് ഫോർ മീ, എനിക്കത് ഒരുപാട് ലേറ്റായി. ലുക്ക് വാട്ട് 4 years in the mines have done to my hands. 4 വർഷം ഈ മൈനിൽ കടന്ന് ജോലി ചെയ്ത എൻ്റെ കൈകൾ, എന്താണ് മൈൻ, ആ ഖനി എൻ്റെ കൈകൾക്ക് സമ്മാനിച്ചത് എന്ന് നീ നോക്കൂ.
The bones in every finger have been smashed, at least one. എല്ലാ വിരലുകളിലെയും ഒരെണ്ണമെങ്കിലും പൊട്ടാത്ത ഒരു വിരൽ പോലും ഇല്ല. I cannot even hold a glass to return your toast. ഗ്ലാസ് ഇങ്ങനെ പൊക്കി കാണിക്കുമ്പോൾ ശരിക്കും അവരുടെ ഒരു രീതിയാണ്, തിരിച്ച് നമ്മൾ ചിയേഴ്സ് പറഞ്ഞ പോലെ മറ്റേ ആളും അതിങ്ങനെ പൊക്കി കാണിക്കും. എന്താണ്? എഗ്രിമെൻ്റ് കാണിക്കാൻ, സന്തോഷം കാണിക്കാൻ. അതുപോലും എനിക്കിവിടെ സാധിക്കുന്നില്ല. I cannot even hold a glass. ഒരു ഗ്ലാസ് പിടിക്കാൻ പോലും എനിക്ക് പറ്റില്ല. Much less make art on a canvas with a pen or brush. അപ്പോൾ ഒരു ക്യാൻവാസിൽ ഒരു ബ്രഷും അല്ലെങ്കിൽ ഒരു പെന്നോ ഒന്നും വെച്ച് വരയ്ക്കാൻ എനിക്കിപ്പോൾ സാധിക്കില്ല. More than 500 years have passed. അപ്പോൾ ഇത്രയും പറഞ്ഞ് ആ കഥ അവിടെ നിർത്തി. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു 500 വർഷമെങ്കിലും ഇപ്പോൾ കടന്നു പോയി. By now, hundreds of Albert Durer's masterful portraits, pen and silver point sketches, watercolors, charcoals, woodcuts and copper impressions hang in every great museum in the world. ഇനി ഇത് കഴിഞ്ഞിട്ട് 500 വർഷമായി. ഇപ്പോൾ നമ്മുടെ ഗ്രേറ്റ് ആണ് ആര്? ആൽബർട്ട് ഡ്യൂറൻ്റ് ഇപ്പോൾ വളരെ ഗ്രേറ്റ് ആയിട്ടുള്ളൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അദ്ദേഹം എത്ര ഫേമസ് ആയി എന്നിവിടെ പറയുന്നു. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർഫുൾ പോർട്രേറ്റ്സ്, ഛായാചിത്രങ്ങൾ, സിൽവർ പോയിൻ്റ് ആയിട്ടുള്ള, സിൽവർ പോയിൻ്റ് എന്താണ് നമ്മൾ കാണിക്കുന്നില്ലേ, വെള്ളി നിറത്തിൽ ഇങ്ങനെ വരയ്ക്കുന്നുണ്ടല്ലേ, അതിൻ്റെ സ്കെച്ചുകൾ, പിന്നെ വാട്ടർ കളേഴ്സ്, അതുപോലെ ചാർക്കോൾസ്, കരി വെച്ചിട്ടുള്ളത്, വുഡ് കട്ട്സ്, വുഡിൽ ചെയ്തത്, ആൻഡ് കോപ്പർ ഇംപ്രഷൻസ്. ഈ കോപ്പർ ഇംപ്രഷൻസ് എന്ന് പറയുന്നത് ഒരു ഫ്രാൻസിൽ വന്ന ഒരു പ്രത്യേക തരം ചിത്രം വരയ്ക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. അതാണ് കോപ്പർ ഇംപ്രഷൻസ്. ഇതൊക്കെ ഈ നമ്മുടെ ലോകത്തിൻ്റെ ഒരുപാട് വലിയ വലിയ മ്യൂസിയങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ പിക്ചേഴ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ടാകും. ബട്ട് മോസ്റ്റ് പീപ്പിൾ ആർ ഫെമിലിയർ വിത്ത് ഓൺലി വൺ ഓഫ് ആൽബർട്ട് ഡ്യൂറേഴ്സ് വർക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആൽബർട്ട് ഡ്യൂറർ എന്ന് പറയുമ്പോൾ ഏറ്റവും ആൾക്കാർ അറിയുന്നത് ഒരു വർക്കാണ്. അതേത് വർക്കാണ്? വൺ ഡേ ഹി ഡിസൈഡഡ് ടു പേ ഹോമേജ് ടു ഹിസ് ബ്രദർ ആൽബർട്ട് ഫോർ ഓൾ ദാറ്റ് ഹി ഹാഡ് സാക്രിഫൈസ്ഡ്. അദ്ദേഹം വരച്ചുകൊണ്ടിരുന്ന സമയം ബ്രദർ 3 ഇദ്ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടില്ലേ, അദ്ദേഹത്തിന് തിരിച്ച് അദ്ദേഹത്തിനെ ആദരിക്കാൻ അല്ലെങ്കിൽ ബഹുമാന സൂചകമായി എന്തെങ്കിലും തിരിച്ചു കൊടുക്കണ്ടേ? അങ്ങനെ അദ്ദേഹം എന്തു വരച്ചു? ആൽബർട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with the palms held together with the thin fingers stretched skyward. അപ്പോൾ എന്താ അദ്ദേഹം വരച്ചത്? എൻ്റെ ബ്രദർ എനിക്ക് വേണ്ടി ഒരുപാട് സാക്രിഫൈസ് ചെയ്തു. അത് അദ്ദേഹത്തിൻ്റെ കൈകളെ, അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനെയാണ് നശിപ്പിച്ചതല്ലേ. അപ്പോൾ അതിനെന്ത് വേണം? ഞാൻ ആദരിക്കണം. ആ കരങ്ങളെ ഞാൻ ആദരിക്കണം. എങ്ങനെ ആദരിച്ചു? അദ്ദേഹം വളരെ പെയിൻസ്റ്റാക്കിംഗ്ലി, വളരെ ശ്രദ്ധയോടെ, വളരെ സമഗ്രതയോടെ, വളരെ വിഷമത്തോടു കൂടി തന്നെ അദ്ദേഹം വളരെ ശ്രദ്ധിച്ച് എന്ത് വരച്ചു? ബ്രദറിൻ്റെ അബ്യൂസ്ഡ് ഹാൻഡ്സ്, ചൂഷണം ചെയ്യപ്പെട്ട നശിച്ചു പോയ ഹാൻഡ്സ് എടുത്ത് ഹാൻഡ്സാണ് വരച്ചത്. വിത്ത് പാംസ് ഹെൽഡ് ടുഗെദർ വിത്ത് ദി തിൻ ഫിംഗേഴ്സ് സ്ട്രെച്ച്ഡ് സ്കൈവേർഡ്. എങ്ങനെയാണ് ഹാൻഡ് വരച്ചത്? വെറുതെ 2 ഹാൻഡ് വരയ്ക്കുകയല്ല, പാം ഇങ്ങനെ പരസ്പരം കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് സ്കൈവേർഡായിട്ട്, ഇപ്പം നോക്കൂ, പാം എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നത്? മുകളിലേക്ക് ഉയർത്തിയല്ലേ. ഇങ്ങനെ നിൽക്കുന്ന കരങ്ങളാണ് അദ്ദേഹം അവിടെ വരച്ചത്. ഹി കോൾഡ് ഹിസ് പവർഫുൾ ഡ്രോയിങ് സിംപ്ലി ഹാൻഡ്സ്. അദ്ദേഹം അതിനെന്ത് പേരാണ് ഇട്ടത്? സിമ്പിളായിട്ടുള്ള പേര്, ഹാൻഡ്സ് എന്ന് വിളിച്ചു. പക്ഷേ ബട്ട് ദ വേൾഡ് റീനെയിംഡ് ഹിസ് ട്രിബ്യൂട്ട് ഓഫ് ലവ് ആസ് ദ പ്രേയിങ് ഹാൻഡ്സ്. പക്ഷെ ലോകം അദ്ദേഹം എന്താണ് ആദരസൂചകമായിട്ട് അദ്ദേഹം വരച്ച ആ ചിത്രത്തെ എന്ത് പേരിട്ട് വിളിച്ചു? പ്രേയിങ് ഹാൻഡ്സ് എന്ന് വിളിച്ചു. ദ നെക്സ്റ്റ് ടൈം യു സീ എ കോപ്പി ഓഫ് ദാറ്റ് ടച്ചിങ് ക്രിയേഷൻ, ടേക്ക് എ സെക്കൻഡ് ലുക്ക്. ഇനി നിങ്ങളത് കാണുകയാണെങ്കിൽ നിങ്ങളതൊന്നുകൂടി സൂക്ഷിച്ച് നോക്കൂ. ലെറ്റ് us റിമെമ്പർ ദാറ്റ് നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. എന്താണ് നിങ്ങൾ ഇനി ഓർക്കേണ്ട കാര്യം? ഒന്നും ഒരാൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല. ഇപ്പോൾ ഇദ്ദേഹം ഇതെല്ലാം ആയി തീർന്നെങ്കിൽ അതിന് കാരണക്കാരൻ ഇദ്ദേഹത്തിൻ്റെ പിറകിൽ ഒരാൾ ഉണ്ട്. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യങ്ങളെല്ലാം നിറവേറ്റിത്തരാൻ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാകും. ക്വസ്റ്റ്യൻ: വാട്ട് മെസ്സേജ് ഡു വി ഗെറ്റ് ഫ്രം ദ സ്റ്റോറി ഓഫ് ആൽബർട്ട് ആൻഡ് ആൽബർട്ട്? എന്ത് മെസ്സേജാണ് കിട്ടുന്നത്? അത് തന്നെയല്ലേ ഇവിടെ തന്നിരിക്കുന്നത്, ഇവരുടെ സ്റ്റോറിയിലെ മെസ്സേജ് എന്താണ്? നോ വൺ എവർ മേക്സ് ഇറ്റ് അലോൺ. എന്തും കൂടെ ആഡ് ചെയ്യാം. ദ സ്റ്റോറി ഷോസ് ദാറ്റ്
സാക്രിഫൈസ് ആൻഡ് സപ്പോർട്ട് ആർ ഇമ്പോർട്ടൻറ്റ് ഫോർ സക്സസ്. സാക്രിഫൈസും അതുപോലെ തന്നെ സപ്പോർട്ടും ഒക്കെ സക്സസ്സിന് ഇമ്പോർട്ടൻ്റ് ആണ്. അത്രേ ഉള്ളൂ. ആക്ടിവിറ്റി 2 എണ്ണം കൊണ്ടേ ഉള്ളൂ. നോക്കാം. ഹിയർ ആർ സം സ്റ്റേറ്റ്മെൻറ്റ്സ് അബൌട്ട് ദി സ്റ്റോറി. സ്റ്റോറിയെ പറ്റിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. കറക്റ്റ് ദോസ് വിച്ച് ആർ ഇൻകറക്റ്റ്. ഇതിൽ ഏതൊക്കെയോ തെറ്റുണ്ട്. തെറ്റുള്ളത് കറക്റ്റാക്കുകയും വേണം. നോക്കൂ. ആൽബർട്ട് ആൻഡ് ആൽബർട്ട് ഡ്യൂറർ കെയിം ഫ്രം എ വെൽത്തി ഫാമിലി ബട്ട് ദേ സ്റ്റിൽ നീഡഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ചോയ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. ബാക്കി എന്തും ആയിക്കോട്ടെ, ആൽബർട്ട് ആൻഡ് ആൽബർട്ട് ഡ്യൂറർ കെയിം ഫ്രം എ വെൽത്തി ഫാമിലി എന്ന് പറയുമ്പോൾ തന്നെ സെൻറ്റൻസ് തെറ്റല്ലയോ? തെറ്റ്. ഇനി അത് തിരുത്തി എഴുതണം. നമുക്ക് എഴുതാം. അതെങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ആക്കേണ്ടത്? അവർ വളരെ വെൽത്തി ഫാമിലിയിലാണെങ്കിലും അവർ എങ്ങനെയാണ് ഒരു ഡിഫിക്കൽട്ട് ചോയ്സ്, അവരുടെ ഡ്രീംസ് ഫോളോ ചെയ്യാൻ ഡിഫിക്കൽട്ട് ചോയ്സ് എടുത്തു എന്നാണ് ഇവിടെ പറയുന്നത്. വെൽത്തി ഫാമിലിയിലാണോ? അല്ല. എന്താ ആൻസർ? ആൽബർട്ട് ആൻഡ് ആൽബർട്ട് ഡ്യൂറർ കെയിം ഫ്രം എ പുവർ ഫാമിലി ആൻഡ് ഹാഡ് ടു മേക്ക് എ ഡിഫിക്കൽട്ട് ചോയ്സ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. അവിടെ വെൽത്തി അല്ല, പുവർ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൽബർട്ട് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി ഇമ്മീഡിയറ്റ്ലി. ആണോ? എന്താണ്? ആൽബർട്ട് ഡ്യൂറർ ടോസ് കിട്ടി, എന്നിട്ട് എങ്ങോട്ടേക്ക് പോയി? ഇമ്മീഡിയറ്റ്, പെട്ടെന്ന് തന്നെ എങ്ങോട്ടേക്ക് പോയി എന്നാ പറയുന്നത്? അക്കാഡമിയിലേക്ക് പോയി എന്നാ പറയുന്നത്. ആണോ? അല്ല. ആൽബർട്ട് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ടു ദ അക്കാഡമി ആഫ്റ്റർ ഹിസ് ബ്രദർ ആൽബർട്ട് വർക്ക്ഡ്. ആൽബർട്ട് പോയി ജോലി ചെയ്തതിന് ശേഷമല്ലേ ഈ കുട്ടി അക്കാഡമിയിൽ പോയത്? അതെ, അതാണ് അവിടെ കറക്റ്റ്. ഇനി അടുത്തത് എന്താണ്? ആൽബർട്ട് വാസ് enthusiastic about the idea of going to the academy after Albert's return. ആൽബർട്ട് തിരിച്ചു വരുന്നിടം വരെ പെട്ടെന്ന് എനിക്കങ്ങ് പൊയ്ക്കോളാൻ വയ്യ അക്കാഡമിയിലേക്ക് എന്നും പറഞ്ഞാണോ ആൽബർട്ട് നിന്നത്? അല്ല, അതും തെറ്റാണ്. എന്തായിരുന്നു? ആൽബർട്ട് ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദി അക്കാഡമി ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ ഇഞ്ചുറീസ് ഫ്രം വർക്കിംഗ് ഇൻ ദ മൈൻസ്. മൈൻസിൽ വർക്ക് ചെയ്തപ്പോൾ എന്തുണ്ടായി? കൈകളിലൊക്കെ ഇഞ്ചുറി, ഫിസിക്കലായിട്ടുള്ള എന്ന് വെച്ചാൽ പുറമേ ഉള്ള ഇഞ്ചുറീസ് ഉണ്ടായി. അതുകൊണ്ട് ഇനി പോകുന്നില്ല എന്നാണ് തീരുമാനിച്ച് ഇരുന്നത്. ആൽബർട്ട് ഡിസൈഡഡ് നോട്ട് ടു അറ്റൻഡ് ദ അക്കാഡമി ബിക്കോസ് ഓഫ് ഹിസ് ഫിസിക്കൽ ഇഞ്ചുറീസ് ഫ്രം വാക്കിംഗ് ദ മൈൻസ്. ശരിയല്ലേ? ശരിയാണ്. അടുത്തത്. ആൽബർട്ട് ഡ്യൂറേഴ്സ് ആർട്ടിസ്റ്റിക് സക്സസ് ഈസ് ആട്രിബ്യൂട്ടഡ് സോൺലി ടു ഹിസ് ഓൺ എഫേർട്ട്. അവൻ്റെ മാത്രം എഫർട്ട് കൊണ്ടാണ് എന്തുണ്ടായത്? സക്സസ് ഉണ്ടായത്. ആണോ? ആൽബർട്ടിൻ്റെ മാത്രം എഫക്റ്റ് കൊണ്ടാണോ? അങ്ങനല്ല. ആൽബർട്ട് ഡ്യൂറേഴ്സ് ആർട്ടിസ്റ്റിക് സക്സസ് വാസ് മെയ്ഡ് പോസിബിൾ. എങ്ങനെയാണത് പോസിബിൾ ആയത്? ബൈ ഹിസ് ബ്രദർ ആൽബർട്ട് സാക്രിഫൈസ് ആൻഡ് സപ്പോർട്ട്. ആൽബർട്ടിൻ്റെ സാക്രിഫൈസും സപ്പോർട്ടും കൊണ്ടാണ് അതൊക്കെ സാധ്യമായത്. അത്രയുമാണ് അവിടെ. ഇനി റീഅറേഞ്ച് ദ ഇവൻറ്റ്സ് ഇൻ ദ സ്റ്റോറി പ്രേയിങ് ഹാൻഡ്സ് ഇൻ ദ കറക്റ്റ് ഓർഡർ. ഇതൊന്ന് കറക്റ്റ് ഓർഡറിൽ എഴുതണം. ഇത് നമ്മൾ ഓരോന്നും വായിച്ച് ഇനി അർത്ഥം പറയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്റർ ഫുള്ള് പഠിച്ചതാണ്. അപ്പോൾ നമുക്കിനി ഒന്നാമത്തതും രണ്ടാമത്തതും ഏതാണ് എന്ന് പറഞ്ഞങ്ങ് പോവാം. അപ്പോൾ ഒന്നാമത്തത് എന്ന് പറയുന്നത് 7. ആൽബർട്ട് ആൻഡ് ആൽബർട്ട് ഹാഡ് എ ഡ്രീം. അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് എന്താണ്? ദേ ബോത്ത് വാണ്ടഡ് ടു പെർസ്യൂ ദെയർ ടാലൻറ്റ് ഓഫ് ആർട്ട് but they knew that their father would never be able to send them to study at the academy. അവർക്കൊരു ഡ്രീം ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്യണം? ആർട്ടിലുള്ള കഴിവ് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എന്നിട്ട് എന്തും അറിയാം, ഞങ്ങളുടെ അച്ഛനെ കൊണ്ട് അതിന് സാധിക്കില്ല എന്നറിയാം. അങ്ങനെ അവർക്ക് എങ്ങോട്ടേക്ക് അക്കാഡമിയിൽ പോയി പഠിക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കില്ല, അച്ഛനെ പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നവർക്കറിയാം. 3 എന്താണ്? ആഫ്റ്റർ മെനി ലോങ് ഡിസ്കഷൻസ് ദ 2 boys finally worked out a pact. ആൽബർട്ട് ഡ്യൂറർ ദ യങ്ങർ ബ്രദർ വൺ ദ ടോസ് ആൻഡ് വെൻറ്റ് ഓഫ് ടു ദ അക്കാഡമി. പിന്നീട് എന്താണ്? യങ്ങർ ബ്രദറിന് എന്ത് കിട്ടുന്നു? ടോസ് കിട്ടുന്നു. അതെങ്ങോട്ടേക്ക് പോകുന്നു? അക്കാഡമിയിലേക്ക് പോകുന്നു. When the young artist returned to his village, the Durer family held a festive dinner on their lawn to celebrate Albert's homecoming. ഇനി ആൽബർട്ട് ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? ഒരു ഡിന്നർ ആ കുട്ടിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു. ഫൈനലി ആൽബർട്ട് റോസ് ആൻഡ് വൈപ്ഡ് ടിയേഴ്സ് ഓൺ ഹിസ് ചീക്സ്. അല്ലേ? എഴുന്നേറ്റ് ഇങ്ങനെ പറയുന്നു. എന്താ പറയുന്നത്? ആൽബർട്ട് സെഡ്, ഐ കൻ നോട്ട് ഈവൻ ഹോൾഡ് എ ഗ്ലാസ് ടു റിട്ടേൺ യുവർ ടോസ്റ്റ്, മച്ച് ലെസ് മേക്ക് ആർട്ട് ഓൺ ക്യാൻവാസ് വിത്ത് എ പെൻ ഓർ ബ്രഷ്. അല്ലേ? എനിക്ക് നീ ഇങ്ങനെ ടോസ് ചെയ്തതിനകത്ത് പോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? തിരിച്ച് ഗ്ലാസ് പോലും പിടിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെയാണ് പെന്നും ബ്രഷും ഒക്കെ പിടിക്കുന്നത് എന്ന് ചോദിക്കുന്നു.
അവസാനത്തത് ഏതാണ്? എട്ടാമത്തത്. ആൽബർട്ട് ഡ്യൂറർ painstakingly drew his brother's abused hands with the palms held together with the thin fingers stretched skyward. ലാസ്റ്റ് ഇങ്ങനെ ഇരിക്കുന്ന കൈ വരയ്ക്കുന്നു. ഇത്രയുമാണ് ഉള്ളത്, 8 എണ്ണം കേട്ടോ. ഇത്രയേ ഉള്ളൂ, തീർന്നല്ലോ ഈ ഒരു ചാപ്റ്റർ. ഇനി നമുക്ക് യൂണിറ്റ് 5 ആണ് എടുക്കാനുള്ളത് അല്ലേ. അപ്പോൾ മക്കളെ അത് ഒട്ടും വൈകില്ല, കുറച്ച് തിരക്കായി പോയതുകൊണ്ടാണ് വീഡിയോസ് പെൻഡിങ് ആയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല മിടുക്കരായിട്ട് പഠിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കൂ. താങ്ക് യു ആൻഡ് സ്റ്റഡി വെൽ, ഓൾ ദി ബെസ്റ്റ്.